നമുക്ക് മുരിങ്ങയുടെ പൂ തോരൻ വയ്ക്കാവേ. അതിൻ്റെ ആവശ്യമായ മുരിങ്ങപ്പൂ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങ വേണം, പച്ചമുളക് വേണം, ഉള്ളി വേണം, മഞ്ഞൾപ്പൊടി വേണം, ഉപ്പ് ആവശ്യത്തിന് നമുക്ക് എടുക്കണം. ഇനി നമുക്ക് ഈ തേങ്ങയും മുളകും ഉള്ളിയും ചതച്ചെടുക്കാം. നമ്മൾ ഉള്ളിയും മുളകും തേങ്ങയും ചതച്ചതാണ്. ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ചീഞ്ചട്ടി എടുത്ത് അടുപ്പേ വെച്ച് കേട്ടോ. ചീഞ്ചട്ടിയുടെ വെള്ളം ഒന്ന് വറ്റി ചീഞ്ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ടേ. നമുക്ക് എണ്ണ ഒഴിക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട് നല്ലതുപോലെ. നമുക്കിനിയും കടുക് തളിക്കാനുള്ള സാധനങ്ങൾ അതിനകത്ത് ഇട്ട് കൊടുക്കാം. കടുക് നമ്മൾ ഇടുന്നില്ല. കടുകിൻ്റെ എണ്ണയ്ക്ക് ഒരാൾ വീട്ടിൽ നമ്മുടെ ഇവിടെ അലർജി ഉള്ള ആളുണ്ട്. അതുകൊണ്ട് നമ്മൾ കടുക് ഇടുന്നില്ല കേട്ടോ. ഉള്ളിയിട്ട് മുളകിട്ട് കറിവേപ്പില നമുക്കില്ലായിരുന്നു, അതുകൊണ്ട് കറിവേപ്പില നമ്മൾ ഇടുന്നില്ല. ഉള്ളി മൂത്തിട്ടുണ്ട്. നമ്മൾ മുരിങ്ങയിലപ്പൂ നമ്മൾ അതിനകത്ത് ഇടുവാണ്. പൂവും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ബാക്കി പൂവും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. പൂ ഇട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണയ്ക്കകത്തിട്ടൊന്ന് മുരിങ്ങപ്പൂ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ആ വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ നമ്മളിനി അതിനകത്തോട്ട് ചതച്ച തേങ്ങ ഇടാം. ചതച്ച തേങ്ങയും ഇട്ട് നമ്മൾ അതിനകത്തിട്ട് ഇളക്കി. ഇനി ഉപ്പ് നമുക്ക് കുറച്ച് ഉപ്പിട്ട് ഇളക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇളക്കാം. ഇളക്കി നമ്മളിനി ഇതിങ്ങനെ നമ്മളൊന്ന് അമക്കി വയ്ക്കുക. അമക്കി വെച്ച് ചെറുതീയിൽ നമുക്കൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. നമ്മുടെ കറി വെന്ത് പാകമായിട്ടുണ്ട്. മുരിങ്ങയിലപ്പൂ തോരൻ വെന്ത് പാകമായി.